ഇടപ്പള്ളി രാജധാനി ജുവല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന പേരിൽ വ്യാജേന എത്തി മോഷണം നടത്തിയെന്ന വാർത്തയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 4 പേരടങ്ങുന്ന ഒരു അന്തർ സംസ്ഥാന മോഷണ സംഘവുമാണ് സ്വർണവുമായി കടന്നു കളഞ്ഞത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ ഇത്തരത്തിലൊരു മോഷണം നടന്നത്. 4 അംഗ സംഘം ഈ കടയിലേക്ക് എത്തി ഒരു മാല വാങ്ങണമെന്ന് ഈ കടക്കാരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ മാല പരിശോധിക്കുന്നതിനിടയിലാണ് അതിലൊരാൾ ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ 1 പവന്റെ ഒരു നെക്ലസ് മോഷ്ടിക്കുന്നത്. പിന്നാലെ ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 1 പവന്റെ നെക്ലസ് മോഷണം പോയതായി ഈ ജ്വല്ലറി ഉടമകൾ അറിയുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇവർ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് എന്ന് വ്യക്തമായത്. നേരത്തെ നിരവധി സംസ്ഥാനങ്ങളിലും അതോടൊപ്പം കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സംഘം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും കളമശ്ശേരി പോലീസ് നൽകുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.